നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF അട്ടിമറി വിജയം നേടി. പക്ഷെ അവിടെ അവർ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, എന്റെ മാത്രം നോക്കിയിട്ടുള്ളൂ. അതിന് പ്രത്യേകം അവരോട് നന്ദി തീർത്താൽ കോട്ടയിലാണ് വിജയം. 375 വോട്ട് ശരിക്കും മറികടന്നത്. ആദ്യത്തെ 260 പ്ലസ് 115 അല്ലേ? എന്താണ് അതിന്റെ സ്ട്രാറ്റജി ആയിരുന്നു അവിടെ? ഞാൻ ടൈം അവരുടെ അടുത്ത് അത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ നമ്മളെല്ലാവരുമായിട്ടും അവരെ സ്നേഹിച്ചിരുന്നു. അതേ സ്നേഹം തിരിച്ചു നൽകി. ആ ഒരു സന്തോഷം. ഭരണമാറ്റം സംഭവിക്കുന്നു. ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ടൈമിൽ. അതെന്നെ നമ്മൾ തുടർന്നു. ഇപ്പോൾ ഈ 4 വർഷം ഞാൻ ഒരിക്കലും അകന്നു നിന്നിട്ടില്ല. അവർക്ക് എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരത് എനിക്ക് ആവശ്യം നേരത്തെ തിരിച്ചു തന്നു. അതിന് പ്രത്യേകം നന്ദിയുണ്ട്. വോട്ടർമാർക്കൊപ്പം നിന്നുള്ള നന്ദിയില്ലേ? ആ വോട്ടർമാരോട് പ്രത്യേകം നന്ദി, അവരോട് എല്ലാ കടപ്പാടും. കോൺഗ്രസിലെ P. വിനു 115 വോട്ടിന് വിജയിച്ചു. CPM അംഗം KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ പോൾ ചെയ്ത 1107 വോട്ടിൽ UDF 525 വോട്ടും LDF 410 വോട്ടും NDA 172 വോട്ടുമാണ് നേടിയത്. ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്ത് ഭരിച്ചത്. 20-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 4 വർഷം പൂർത്തിയാക്കുമ്പോൾ CPMന്റെ പഞ്ചായത്ത് മെമ്പർ മരണപ്പെട്ടതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ട എന്ന് പറയാവുന്ന പൊന്നാപുരം കോട്ട എന്ന് പറയാവുന്ന CPMന്റെ സിറ്റിംഗ് സീറ്റ് 260 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശ്രീമതി P. വിനുവും അത്ഭുതപ്പെടുത്തുന്ന അതിശയപ്പെടുത്തുന്ന ഒറ്റ 10, 100, 115 വോട്ടിന്റെ ഉജ്ജ്വല വിജയം, അട്ടിമറി വിജയം, ഐതിഹാസിക വിജയം, ചരിത്ര വിജയം നേടിയിരിക്കുന്നു. 160 വോട്ടുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച അതേ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചിട്ടയായ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, വർക്കിംഗ് പ്രസിഡന്റ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, അതുപോലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നിവർ നേരിട്ട് കൃത്യമായി അച്ചടക്കത്തോടുകൂടി ജില്ലാ കോൺഗ്രസ് കൃത്യമായി ചാർട്ട് ചെയ്ത് തയ്യാറാക്കിയ ഇലക്ഷനാണിത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു. LDF ഭരണത്തിലുള്ള പഞ്ചായത്തിൽ നിലവിൽ LDF 5, UDF 6, NDA 3 എന്നിങ്ങനെയാണ് കക്ഷിനില. ബുധനാഴ്ച രാവിലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് വോട്ടെണ്ണൽ നടന്നത്. UDFന്റെ വിജയത്തിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചാണ് നാട്ടികയിലെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഒരിക്കൽ പോലും വികസനം മുരടിപ്പിനെതിരെ BJP സമരരംഗത്തേക്ക് വന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് BJPയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോയത് എന്നത് ജനങ്ങളിലുണ്ടാക്കിയ ആശങ്ക. കേരളത്തിലെ പിണറായി വിജയനും സുരേന്ദ്രനും ഒന്നിച്ചു പോകുന്നത് പോലെ ഇവിടെ നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ള ജനങ്ങളുടെ മുന്നറിയിപ്പാണ് ഈ വിധി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. മികച്ച വിജയമാണ് 9ാം വാർഡിലെ P. വിനുവിലൂടെ UDFന് നൽകിയത് എന്നുള്ളതാണ്. പടക്കം പൊട്ടിച്ചും നൃത്തം ചവിട്ടിയും വാർഡിൽ മുഴുവനും തൃപ്പയാർ ടൗണിലും പ്രവർത്തകർ പ്രകടനമായി എത്തി. മധുര വിതരണവും ഉണ്ടായിരുന്നു. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 36 വോട്ടിനാണ് കോൺഗ്രസിലെ P. വിനു ജയിച്ചത്. തുടർന്ന് CPMലെ KB ഷൺമുഖൻ 260 വോട്ടിനാണ് വാർഡ് പിടിച്ചെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയമാണ് ഇടതുകോട്ടയായ ഗോഗലയിൽ UDF നേടിയത്.
മാറില